മക്കളെ അപ്പോൾ നമ്മൾ തിയറി ഭാഗം ഏതാണ്ട് മൊത്തത്തിൽ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസമല്ല കഴിഞ്ഞില്ല കേട്ടോ. അതിൽ പ്രത്യേകിച്ച് ഞാനൊന്നും വിട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നോക്കാം കേട്ടോ. എനിവേസ് എന്താ ഞാൻ പറയുന്നത്, അപ്പോൾ നമുക്കിനി ന്യൂമറിക്കൽ സെക്ഷൻസാണ്. അപ്പോൾ ടെലസ്കോപ്പും മൈക്രോസ്കോപ്പിൻ്റെ ഭാഗത്തിലാണ് നമ്മളല്ലേ നിർത്തിയിരുന്നത്. അപ്പോൾ ടെലസ്കോപ്പും മൈക്രോസ്കോപ്പ് എടുത്തിരുന്ന സമയത്ത് തിയറി മാത്രം എടുത്തു പോയി നമ്മൾ. വി ഡിഡ്ന്റ് ഡു എനി പ്രോബ്ലംസ്. ദാറ്റ്സ് വൈ വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ഇൻ ദിസ് വീഡിയോ പ്യുവർലി പ്രോബ്ലംസ് മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടല്ലോ. ഇനി പിന്നെ അതേമാതിരി നെക്സ്റ്റ് അവേഴ്സ് എടുക്കുമ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വരിക. ഒരു അവർ ഒരു ചാപ്റ്റർ ആണെങ്കിൽ അടുത്ത അവർ വേറെ ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. നമുക്ക് പ്രോപ്പറായിട്ട് കഴിയണ്ടേ. നമുക്ക് പ്രോബ്ലംസ് കഴിഞ്ഞാൽ പിന്നെ അതിനെ പറ്റിയിട്ട് പിന്നെ അധികം ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പ്രോബ്ലംസ് ഇത് നീറ്റിൻ്റെ പ്രോബ്ലംസാണ്, ഇത് CBSE ബോർഡിൻ്റെ പ്രോബ്ലംസ് ആണെന്ന് പറഞ്ഞിട്ട് വേർതിരിക്കരുത് കേട്ടോ. പ്രോബ്ലം or numerical questions is numerical questions. ഇപ്രാവശ്യത്തെ മോഡൽ പേപ്പർ സാമ്പിൾ പേപ്പർ ഒന്ന് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദയവ് നോക്കുക, വളരെ ചേഞ്ച്ഡ് ആണ് കേട്ടോ മോഡൽ. ഇറ്റ് ഈസ് questions okay, it is quite similar to the questions which you see in NEET examination as well as JEE ലെവലില്ലാന്ന് തോന്നുന്നുണ്ട്. അറിഞ്ഞൂടാ ലെവൽ എങ്ങനെയായിരിക്കുന്നു. ബട്ട് ക്വസ്റ്റ്യൻ ടൈപ്സ് ആരെല്ലാം നീറ്റ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നീറ്റിനേക്കാളും കൂടുതൽ ഞാൻ പറയുകയാണെങ്കിൽ എയിംസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ പരീക്ഷകൾ, എയിംസിൻ്റെ ഫോർമാറ്റും JEEൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്ക്, എന്നാലും നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തിയറി നല്ല സ്ട്രോങ് ആക്കണം, അതിൻ്റെ കൂടെ തന്നെ ന്യൂമറിക്കൽസും കൊണ്ടുവരണം കേട്ടല്ലോ. തിയറി സ്ട്രോങ് ആക്കുക എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ ഒരു രക്ഷയില്ല മക്കളെ കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, അതിൽ വിടാതെ. വെൻ യു ടേക്ക് എ ക്ലാസ്, വെൻ ഐ ടേക്ക് എ ക്ലാസ്, അതിന് കമ്പയർ ചെയ്യും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് കേട്ടല്ലോ. എക്സ്ട്രാ പറഞ്ഞിട്ടുള്ളത് മാത്രമേ നീറ്റിൻ്റെ എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാറുണ്ട് കേട്ടല്ലോ. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം, അതായത് ടെലസ്കോപ്പിൻ്റെ പ്രോബ്ലംസിലേക്ക്. ഞാൻ ബാക്കിൽ നിന്നാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റത്തെ സെക്ഷൻ്റെ ക്വസ്റ്റ്യൻസാണ് ഒന്നും ചെയ്യാത്തത്. അപ്പോൾ 277ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ എ ലബോറട്ടറി 4 lenses L1, L2, L3 and L4 of focal lengths 2, 4, 6 and 8 cm respectively are available. 2 of these lenses from a telescope of length 10 cm and magnifying power 4. The objective and eye lenses are respectively. നോക്ക്, വായിക്കുമ്പോൾ എനിക്ക് വേഗം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ആദ്യ പ്രാവശ്യം വായിക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല, പക്ഷെ അത് മനസ്സിലാവണം. എന്താ, അതിന് പ്രാക്ടീസ് വേണം, റൈറ്റ്? യു ഡു എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഓർ ന്യൂമറിക്കൽ സെക്ഷൻസ് ബൈ യുവർസെൽഫ്. ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് 4 കോൺവെക്സ് ലെൻസസ് തന്നിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് ഫോക്കൽ ലെങ്സും തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, ഈ ലെൻസിലത്തെ ഏതോ 2 ലെൻസുകൾ, ഈ 4 എണ്ണത്തിൽ നിന്ന് 2 ലെൻസുകൾ കൂടി ഒരു ടെലസ്കോപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ ടെലസ്കോപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് 10 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ആ ടെലസ്കോപ്പിൻ്റെ മാഗ്നിഫൈയിങ് പവർ 4 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 4 ലെൻസിൽ ആ 2 ലെൻസുകൾ എന്താണെന്നാണ് ചോദ്യം കേട്ടോ. റൈറ്റ്. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങൾ ആദ്യം എഴുതി വയ്ക്കാം. അതായത് കോൺവെക്സ് ലെൻസസുകൾ L1, L2, L3, L4 അല്ലേ. L1 2 ആണ്, 2 സെൻറ്റിമീറ്റർ അല്ലേ ഫോക്കൽ ലെങ്ത്ത്. L2ൻ്റെ എത്രയാണ്, 4, L3ൻ്റെ 6, L4ൻ്റെ 8. ഇത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്. നല്ല കാര്യം. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുള്ളത്, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 2 of these lenses from the telescope are of length അല്ലേ. 2 of these lenses from a telescope of length 10 cm. അതായത് ലെങ്ത് ഓഫ് ടെലസ്കോപ്പ് നിങ്ങൾക്ക് 10 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്, റൈറ്റ്. ഇനി പിന്നെ എന്താ തന്നിട്ടുള്ളത്, മാഗ്നിഫൈയിങ് പവർ 4 ആണ് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഗീവൺ ആയി തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കാൻ പോകണ്ട കേട്ടോ. ഹൗ വുഡ് യു അപ്രോച്ച് ഇറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ലെങ്ത്ത് ഇക്വേഷനിൽ FO + UE എന്നോ അല്ലേ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലെങ്ത് ഓഫ് ടെലസ്കോപ്പ്. ഈ കേസസിലെ നമുക്ക് ഫോക്കൽ ലെങ്ത്ത് മാത്രം തന്നിട്ടുള്ളെങ്കിൽ നമ്മൾ നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടീഷൻ എഴുതായിരിക്കും ഏറ്റവും നല്ലത്. ക്ലിയർ ആണ്? ദാറ്റ് ഈസ് ഐ ക്യാൻ റൈറ്റ് L is equal to FO + FE. വേറെ വഴിയില്ല, റൈറ്റ്, ബിക്കോസ് നത്തിങ് എൽസ് ഇസ് ബീൻ ഗിവൺ.
കേട്ടല്ലോ. സോ വി വിൽ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ലെങ്ത് ഓഫ് എ ടെലസ്കോപ്പ് വെൻ ദർ ഇസ് എ നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഹാപ്പനിങ്. സോ ഐ വിൽ റൈറ്റ് FO + FE. ഇനി ലെങ്ത് എത്രയാണ് തന്നിട്ടുണ്ട്? 10 = FO + FE. ഇതൊരു ഇക്വേഷനായിട്ട് അവിടെ കിടക്കട്ടെ കേട്ടോ. റൈറ്റ്. ഇനി വേറെ നമുക്ക് തന്നിട്ടില്ല. മാഗ്നിഫൈങ് പവർ, ഇതേ കണ്ടീഷനിൽ മാഗ്നിഫൈങ് പവർ = FO/FE എന്ന് പറഞ്ഞിട്ടില്ലേ വെൻ ഐസ് ആർ റിലാക്സ്ഡ്, റൈറ്റ്. സോ എമ്മിൻ്റെ അവിടെ സ്ഥലത്ത് അവർ റൈറ്റ് എമ്മിൻ്റെ സ്ഥലത്ത് എന്ത് എഴുതണം? 4 = FO/FE. റൈറ്റ്. യു ഗോട്ട് എൻ ഇക്വേഷൻ ലൈക്ക് ദിസ്, ദെൻ യു ഗോട്ട് എൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. അപ്പോൾ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആവണ്ട? സോ ഹൗ ഡു യു സോൾവ് ഇറ്റ്? ഇപ്പോൾ FEക്ക് പകരം അല്ലെങ്കിൽ FOന് പകരം 4FE എന്ന് എഴുതി വെച്ചപ്പോൾ 10 = 4FE + FE. ഇപ്പോൾ 5FE ആണ് വരിക. അല്ലെങ്കിൽ FE = 2 സെൻറ്റിമീറ്റർ എന്ന് വരും. അതായത് ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ ആയിരിക്കണം ഫോക്കൽ ലെങ്ത്ത്. ഇനി അതേമാതിരി FO എന്തായിരിക്കും? 4 × FE അല്ലേ. അപ്പോൾ FO = 8 സെൻറ്റിമീറ്റർ. റൈറ്റ്. അപ്പോൾ ഏത് ലെൻസിനാണോ 2 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും ഫോക്കൽ ലെങ്ത് ഉള്ളത്? L4 എന്നാണ്. അപ്പോൾ എന്താവും? 8 സെൻറ്റിമീറ്റർ ഉള്ളത് അല്ലേ. അപ്പോൾ ദിസ് ബിക്കംസ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്, ദാറ്റ് ഈസ് L4, റൈറ്റ്. ആൻഡ് വിച്ച് ഈസ് ഹാവിങ് 2 സെൻറ്റിമീറ്റർ ആസ് എ ഫോക്കൽ ലെങ്ത്, വിച്ച് ഈസ് L1. അപ്പോൾ L1 എന്തായി മാറും? ഐ പീസായി മാറും. ക്ലിയർ ആയില്ല? റൈറ്റ്. എളുപ്പമല്ലേ? ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇത് മുഴുവൻ എടുത്ത് കളയാൻ വല്ല വഴിയുണ്ട്? ഇത് മുഴുവൻ ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ പോയതോ അങ്ങനത്തെ ചെയ്യില്ലേ? അയ്യോ, പോകുന്നില്ല. ഓക്കെ, I will go on to the next question. ഓക്കെ, 276. ആകെ ഒരു സെൻറ്റൻസ് ഉള്ളൂ. വേഗം ഇത് വീഡിയോ കാണുമ്പോൾ പോസ് ചെയ്തിട്ട് തനിയെ കണ്ടുപിടിക്കാം. എന്നാലും നോക്കിയാൽ ഒരു എ പേഴ്സൺ കനോട്ട് സീ പ്രോപ്പർലി ബിയോണ്ട് 2 മീറ്റർ. അയാൾക്ക് 2 മീറ്ററിനും അപ്പുറം കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പവർ ഓഫ് ലെൻസ്? മനസ്സിലായ? വായിച്ചില്ലേ? അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടത്? ഓക്കെ, അതിൻ്റെ അർത്ഥം ഇയാൾക്ക് 2 മീറ്ററിൻ്റെ അപ്പുറം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്താ രോഗം? അയാൾക്ക് മയോപ്പിയാണ്. റൈറ്റ്. അയാൾക്ക് മയോപ്പിയാണെങ്കിൽ അയാൾക്ക് കറക്റ്റ് ചെയ്യണം അല്ലേ? കാഴ്ചനെ കറക്റ്റ് ചെയ്യണ്ടേ? സോ ഹീ നീഡ്സ് എ കോൺകേവ് ലെൻസ് ടു കറക്റ്റ് ദിസ് ഡിഫക്റ്റ് അല്ലേ? അതും കോമൺ സെൻസ് അറിയാമല്ലോ. സോ മയോപ്പിയ കറക്റ്റ് ചെയ്യണമെങ്കിൽ കോൺകേവ് ലെൻസ് വേണമെന്നറിയാം. അപ്പോൾ ഇയാൾക്ക് എത്ര സെൻറ്റിമീറ്ററിന് ബിയോണ്ട് കാണാൻ പറ്റില്ല? അയാൾക്ക് 2 മീറ്ററിന് അപ്പുറം കാണാൻ പറ്റില്ല വെൻ ഹീ ഈസ് ഹാവിങ് മയോപ്പിക് എന്നുള്ള സിനിമയിലൊക്കെ പറഞ്ഞല്ലേ. ആ പോട്ടെ. റൈറ്റ്. സോ ഹീ കനോട്ട് സീ ബിയോണ്ട് 2 മീറ്റർ യൂസിങ് എ മയോപ്പിക് ഐ അല്ലേ? അപ്പോൾ ഇയാൾക്ക് എത്ര ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് വേണം അല്ലേ? 1/f ആണ് അല്ലേ പവറിന് വേണ്ടത്. അപ്പോൾ ഇത്രയും പവറുള്ള പവറുള്ള ലെൻസ് വേണം കറക്റ്റ് ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? ഈ റിക്വയേഴ്സ് എ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്, റൈറ്റ്. അപ്പോൾ അയാൾക്ക് എന്നുള്ള പവർ, എത്ര ലെൻസുള്ള പവർ വെച്ചാൽ അയാൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ്. അതിൻ്റെ അർത്ഥം ഇത് 1/f എത്ര നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? 1/2 അല്ലേ? കോൺകേവ് ലെൻസ് അല്ലേ? അപ്പോൾ മൈനസ് ഇടണം അല്ലേ? സോ യു വിൽ ഗെറ്റ് -0.5 ഡയോപ്റ്റർ. അതായത് -5 ഡയോപ്റ്റർ ഉള്ള പവറുള്ള ഒരു ലെൻസ് വേണം ഇയാളുടെ കണ്ണ് എന്ന് ശരിയാക്കാൻ. വെച്ച് കഴിഞ്ഞാൽ 2 മീറ്ററിന് അപ്പുറം കാണില്ല അല്ലേ? അപ്പോൾ 2 മീറ്റർ ഇപ്പുറം കൊണ്ടുവരണം അല്ലേ? ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്ന ലെൻസിനെ വയ്ക്കണം, റൈറ്റ്. അതായത് യു റിക്വയർ എ ലെൻസ് വിച്ച് ഈസ് ഹാവിങ് പവർ ഓഫ് 1/2 എന്നാലേ ശരിയാവുള്ളൂ. 2 മീറ്ററിന് അപ്പുറം കാണുന്നില്ലെങ്കിൽ 2 മീറ്റർ അപ്പുറം കാണാത്തതിനെ ഇങ്ങോട്ട് അടുത്തേക്ക് കൊണ്ടുവരണം അല്ലേ? റൈറ്റ്. ദാറ്റ് ഈസ് ലെൻസ് വിച്ച് ഈസ് കൺവേർജിങ് ആയിരുന്നു അല്ലേ? കൺവേർജ് ചെയ്യണത് നമ്മുടെ എങ്ങനെ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? കണ്ണ് കൺവേർജ് ചെയ്തിരുന്ന ഇവിടെയായിരുന്നു അല്ലേ? അതിനെ ഷിഫ്റ്റ് ചെയ്ത് 2 മീറ്റർ അപ്പുറം കൊണ്ടുവരണം എന്ന്, എന്നാലേ അത് ഇവിടെ വന്ന് വിഷുള്ളൂ എന്ന്. മനസ്സിലായ? അപ്പോൾ എനിക്ക് എത്ര പവറുള്ളൂ, എത്ര ഫോക്കൽ ലെങ്ത് എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യണം? 2 മീറ്റർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം വേണം. അപ്പോൾ ക്ലിയർ ആയ? റൈറ്റ്. അയ്യോ അയ്യോടാ നമ്പർ വന്നില്ലേടാ. എന്തായാലും ക്വസ്റ്റ്യൻ കാണണ്ടല്ലോ നിങ്ങൾ. 275 ക്വസ്റ്റ്യൻ. An astronomical telescope having focal lengths of objective and eyepiece FO and FE
is focused on a star, the final image is formed at infinity. That's important കേട്ടോ. Final image is formed at infinity means എന്തായിരിക്കും റിലാക്സ്ഡ് ആയി ആണ്. നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇറ്റ്സ് മാഗ്നിഫൈങ് പവർ ആൻഡ് ലെങ്ത് ഓഫ് ദി ട്യൂബ്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്, ദയവേത് പുസ്തകം എന്ന് പറഞ്ഞാൽ എഴുതിയെടുക്കാൻ. ഇനി 274 ക്വസ്റ്റ്യനിലേക്ക് നോക്കി. അതിൽ ഇത്തിരി പണിയുണ്ട് കേട്ടോ. എന്താ പറഞ്ഞിട്ടുള്ള ലെങ്ത് ഓഫ് ടെലസ്കോപ്പ് 20 സെൻറ്റിമീറ്റർ, മാഗ്നിഫിക്കേഷൻ 9FO ആൻഡ് 9FO ആൻഡ് FE ആർ റെസ്പെക്റ്റീവ്. എന്തോന്ന് ടെലസ്കോപ്പ് ഓഫ് ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആൻഡ് മാഗ്നിഫിക്കേഷൻ ഇസ് 9 കേട്ടോ, റൈറ്റ്. 9FO എന്ന് തോന്നുന്നുണ്ട്. 9FO ആയിരിക്കണം, നോക്കട്ടെ കേട്ടോ. അല്ല കേട്ടോ, 9 കഴിഞ്ഞിട്ടൊരു കോമ അല്ലെങ്കിൽ ഇതിനൊരു അർത്ഥമില്ല. നിങ്ങളോട് FO ആൻഡ് FE ആണ് ചോദിച്ചിട്ടില്ല. എന്താണോ AFMCക്കാരെ? അതായത് നിങ്ങളുടെ ഒരു ടെലസ്കോപ്പ് ഉണ്ട്, അതിൻ്റെ നീളം 20 സെൻറ്റിമീറ്റർ ആണ്, അതിൻ്റെ മാഗ്നിഫിക്കേഷൻ 9 ആണ്. അങ്ങനെയാണെങ്കിൽ FOയും FEയും എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്ലിയറായ വയ്യ. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഓർ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് you have kept you are looking at an object which is very much at infinity, right? Similarly the image will be also at infinity കേട്ടോ. ആ കണ്ടീഷനാണെന്ന് വിചാരിക്കും. അതായത് റിലാക്സ്ഡ് ആയുള്ള കണ്ടീഷനായിട്ട് എടുക്കണം. നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഒന്നും തന്നിട്ടില്ല, അപ്പോൾ അതിനെപ്പറ്റി അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. 274 ഞാൻ എഴുതാൻ മടിയായ കൊണ്ട് എഴുതുന്നില്ല. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ള ലെങ്ത് ഓഫ് ടെലസ്കോപ്പ് എന്താ FO + FE അല്ലേ? അപ്പോൾ FO എന്ന് പറയുന്നത് FE എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ is equal to FO/FE അല്ലേ? അപ്പോൾ ഈ FO/FE എത്ര തോന്നുന്നുണ്ട്? 9 തോന്നുന്നുണ്ട്. അപ്പോൾ FO is equal to 9FE എന്ന് എനിക്ക് എഴുതാം. ആയോ? ഇനി ലെങ്ത്ത് തന്നിട്ടുണ്ട് അല്ലേ? ലെങ്ത്ത് എത്ര തന്നിട്ടുള്ളത്? 20 അല്ലേ? അപ്പോൾ 20 is equal to ഈ FOന് പകരം എന്ത് എഴുതും? 9FE + FE. അപ്പോൾ 10FE എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് FE എന്തായാലും എഴുതാൻ പറ്റും. Focal length of eyepiece I can write it as 2 centimeter, right? അപ്പോൾ focal length of objective lens will be 18 centimeter. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ? ഞാൻ ആദ്യം വലിയ വീര്യമുള്ളതൊന്നും തരുന്നില്ല കേട്ടല്ലോ. വിൽ ഡു ഇറ്റ് ഗ്രാജുവലി. എന്നിട്ട് നമുക്ക് ഹാർഷിലേക്ക് പോവാം. ഒന്നാമത് ടെലസ്കോപ്പിൽ അത്ര ഹാർഷായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല കേട്ടോ, സിമ്പിളായിട്ടുള്ളത് ചോദിക്കാറുള്ളൂ. ഇനി 272ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ തന്നെ ചെയ്ത മെട്രിക് ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അത് എവിടെ എടുക്കണം? ഇവിടെ ആയിരിക്കില്ലേ? ഇവിടെ ലോക്ക് ഉണ്ടാവും. താഴേന്ന് പോകുന്ന നോക്കിയേ. ഞാനിവിടെ നോക്കിയത് നേരത്തെ ന്യൂമറിക്കലിൽ നോക്കാൻ നിന്ന്, അപ്പോഴും ഞാനിവിടെ ഒരു അസേർഷൻ റീസൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയത്. ഓക്കെ, എന്താ പറയണേ? ഇഫ് ഒബ്ജക്റ്റീവ് ആൻഡ് ഐ ലെൻസ് ഓഫ് എ മൈക്രോസ്കോപ്പ്, ഞാൻ തെളിഞ്ഞ് കാണുന്നില്ലെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് വായിക്കുന്നത് കേട്ടോ. എന്നതാ ഇഫ് ഒബ്ജക്റ്റീവ് ആൻഡ് IP lenses of a microscope are interchanged, then it can work as telescope. മൈക്രോസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവ് IPSൻ്റെ ലെൻസ് അതല്ലേ, അത് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ടെലസ്കോപ്പ് ആക്കാം. അപ്പോൾ റീസൺ പറയണത് ഒബ്ജക്റ്റീവ് ലെൻസ് ഓഫ് ദ ടെലസ്കോപ്പ് ഹാസ് സ്മോൾ വേവ് ലെങ്ത്. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ അല്ലേ ടെലസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് വളരെ കുറവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, എന്താ IPSും ഒബ്ജക്റ്റീവ് ലെൻസ് മൈക്രോസ്കോപ്പിൻ്റെ മാറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ടെലസ്കോപ്പ് ആവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഇല്ലേ ലെൻസിൻ്റെ മൈക്രോസ്കോപ്പിലെ, അത് വളരെ ചെറുതാണ്. നിങ്ങൾ തന്നെ കണ്ടിട്ടില്ല, മൈക്രോസ്കോപ്പ് ചെറുതാണ് കമ്പാരിറ്റീവ്ലി അല്ലേ. സോ അതിൻ്റെ രണ്ട് ലെൻസസും, അതായത് ഒബ്ജക്റ്റീവ് ആയാലും IPS ആയാലും വളരെ ഫോക്കൽ ലെങ്ത് കുറഞ്ഞ ലെൻസസാണ്. അതായത് മില്ലിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിൻ്റെ അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ ഈ ഡിഫറൻസ് തന്നെ എന്താ, ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവും ഫോക്കൽ ലെങ്ത് ഓഫ് എന്താണ് IPSും അത് വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒബ്ജക്റ്റീവ് ലെൻസ് വളരെ വളരെ വലുതാണ് അല്ലേ. അതായത് ചിന്തിക്കാൻ കൂടി നമുക്ക് കഴിയില്ല. സോ യു ക്യാൻ നെവർ ചേഞ്ച് ഇറ്റ്, റൈറ്റ്? ക്ലിയർ? അപ്പോൾ അസേർഷൻ തെറ്റാണ്. നിങ്ങൾ പറഞ്ഞ റീസൺ ശരിയാണോ? അതായത് ഒബ്ജക്റ്റീവ് ലെൻസ് ഓഫ് ദ ടെലസ്കോപ്പ് ഹാസ് സ്മോൾ ലെങ്ത്
ടെലസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസിന് ചെറിയ വാല്യൂ ഒന്നല്ല അല്ലേ, വലിയ ലാർജ് ഫോക്കൽ ലെങ്താണ്. അപ്പോൾ അസേർഷനും റോങ് ആണ്, റീസണും റോങ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ ബോർഡിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്ത് എടുക്കുന്നത് കേട്ടോ. സാമ്പിൾ പേപ്പേഴ്സിൽ ഞാൻ കണ്ടത് വെച്ചിട്ട് കേട്ടോ, വന്ന സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പിച്ചക്കപ്പിച്ചു. ഇനി 270 ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ മക്കളെ. Pause the video and try to do it by yourself. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എന്നുണ്ടോ, ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആട്ടോ. 270 ഇത് തിയറി മനസ്സിലായാലേ കാര്യം ഉണ്ടാവുള്ളൂ. നിങ്ങളോട് പറയണത് ഫോർ എ പേഴ്സൺ നിയർ പോയിൻ്റ് ഓഫ് വിഷൻ ഇസ് 100 സെൻറ്റിമീറ്റർ. അതായത് അയാൾക്ക് 100 സെൻറ്റിമീറ്ററാണ്. ശരിക്കുള്ളതല്ല. ശരിക്കുള്ള വിഷൻ എന്തായിരിക്കണം, എവിടെയായിരിക്കണം നമുക്ക് ഇമേജ് ഫോം ചെയ്യേണ്ടത്? 25 സെൻറ്റിമീറ്ററിൽ അല്ലേ. അതായത് ഇയാൾക്ക് വെൻ ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് കറുപ്പ് വരാൻ പാടില്ലെന്ന് ആരോ പറഞ്ഞല്ലോ. when the object is when the object is at what you say at near point, അതായത് 100 സെൻറ്റിമീറ്റർ അയാൾക്ക് കിട്ടാം. അപ്പോഴേ അയാൾക്ക് ഇമേജ് അയാൾക്ക് നന്നായി കാണുന്നുള്ളൂ കേട്ടോ, അതാണ് അയാളുടെ അർത്ഥം. പക്ഷേ നമുക്ക് എവിടെ ഇമേജ് കറക്റ്റായിട്ട് കിട്ടുക? when we say that when v is equal to how much 25 centimeter അല്ലേ, ഇതാണ് ഒരു കോമൺ ആയിട്ട്, അതാണ് നമ്മുടെ നോർമൽ വിഷൻ. റൈറ്റ്, ദാറ്റ് ഈസ് ഹൗ മച്ച് പവർ ഓഫ് ലെൻസ് മസ്റ്റ് ഹി വെയർ സോ ദാറ്റ് ഹി ഹാസ് നോർമൽ വിഷൻ. അതായത് അയാൾക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് എപ്പോഴും എന്താണോ ഇമേജ് എങ്കിലും 25 സെൻറ്റിമീറ്റർ അല്ലേ, അവിടെ നിൽക്കുന്ന വസ്തുക്കളുടെ ഇമേജ് നമുക്ക് കണ്ണിൽ കിട്ടും അല്ലേ. സോ ദ ഇമേജ് ഷുഡ് ബി ഓൾസോ ഓർ അറ്റ്ലീസ്റ്റ് ഇറ്റ് ഷുഡ് ബി 25 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ദ നോർമൽ വിഷൻ. അപ്പോൾ അയാൾക്ക് എന്താ ഒബ്ജക്റ്റ് എവിടെ ഇരുന്നാലേ കാണുള്ളൂ? അയാൾക്ക് 100 സെൻറ്റിമീറ്ററിൽ നിൽക്കുന്നാലേ കാണുള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റ് 100 സെൻറ്റിമീറ്ററിൽ നിൽക്കണം അല്ലേ. നോർമൽ വിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് എവിടെ കിട്ടണം? 25 സെൻറ്റിമീറ്ററിലെങ്കിലും ഇമേജ് ഫോം ചെയ്താൽ എനിക്ക് കാണുള്ളൂ സാധാരണഗതിയിൽ. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഞാൻ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ടോ, ഇതാണ് കണ്ണ് 25 സെൻറ്റിമീറ്ററിൽ ഒബ്ജക്റ്റ് നിന്നാലെങ്കിലും കാണണം എന്നല്ലേ. സെയിം തന്നെയാണ് അല്ലേ. നമുക്ക് മാക്സിമം മാഗ്നിഫിക്കേഷൻ എവിടെ തന്നെ കിട്ടുക? വെൻ ദ ഒബ്ജക്റ്റ് ഈസ് വെൻ ഇറ്റ് ഈസ് അറ്റ് ഡി ആൻഡ് മാക്സിമം മാഗ്നിഫിക്കേഷൻ വെൻ ദ ഇമേജ് ഈസ് ഓൾസോ അറ്റ് ഡി അല്ലേ. അത് ലെൻസിൻ്റെ കേസ് മാത്രമല്ല, നമ്മുടെ കണ്ണിനും നമുക്കും ഏറ്റവും നന്നായി മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ നല്ല വൃത്തിയിൽ കാണാൻ പറ്റുക സ്ട്രെയിൻ എടുത്തിട്ടാണെങ്കിലും എപ്പോഴാണ്? വെൻ ദ ഇമേജ് ഈസ് അറ്റ് ഡി. കത്തിയ. അപ്പോൾ ഇമേജ് എന്തിനായിരിക്കും? നമ്മളോട് നോർമൽ വിഷൻ വേണ്ട കാര്യമാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഈ ഇമേജ് എത്ര? 25 സെൻറ്റിമീറ്ററിൽ അയാൾക്ക് ഒബ്ജക്റ്റ് എവിടെ വെച്ചാലേ നന്നായി കാണുള്ളൂ? ഒബ്ജക്റ്റ് 100 സെൻറ്റിമീറ്റർ വെച്ചാലേ കാണുള്ളൂ. ഇപ്പോൾ ക്ലിയറായി. നിയർ പോയിൻറ്റും നോർമൽ വിഷനും ഈസ് ഹാവിങ് നിയർ പോയിൻറ്റ് വിഷൻ ഇസ് അറ്റ് 100 സെൻറ്റിമീറ്റർ മീൻസ് അയാൾക്ക് ഒബ്ജക്റ്റ് 100 സെൻറ്റിമീറ്ററിൽ വെച്ചാലേ അയാൾക്ക് കാണുള്ളൂ വൃത്തിയായിട്ട്. കിട്ടിയ. എന്നിട്ട് നിങ്ങളോട് പറയാം എത്ര പവറുള്ള ലെൻസ് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് നല്ല വിഷൻ കിട്ടും, അല്ലെങ്കിൽ നോർമൽ സാധാരണഗതിയിലുള്ള വിഷൻ കിട്ടും. എപ്പോഴാണ് നമുക്ക് നല്ല വിഷൻ കിട്ടുക? എപ്പോഴാണ് കിട്ടുക? when you strain your eyes and you get a clear view, that happens when the image is at D. കിട്ടിയ മാക്സിമം മാഗ്നിഫിക്കേഷൻ, നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നത്. ക്ലിയർ ആയ? അപ്പോൾ വി എന്തായിരിക്കണം? 25 സെൻറ്റിമീറ്റർ അല്ലേ. പവർ അല്ല ചോദിച്ചിട്ടുള്ള പവർ എന്താ? 1/f. എന്താ 1/f? 1/v - 1/u. ഈ രണ്ട് വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. അപ്പോൾ പവറിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 - 1 / 100 ഏതാണ്ട് 3/1 മീറ്റർ അല്ലെങ്കിൽ 3 ഡയോപ്റ്റർ എന്ന് വരും. കാൽക്കുലേഷൻ കഴിഞ്ഞിരിക്കും കേട്ടോ. റൈറ്റ്. 1/v - 1/u ചെയ്യേ, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സമയത്ത് അതായത് 1/25 - 1/100 അല്ലേ, 4 - 1/100. So you will get power as 3 diopter. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മീനിങ് മനസ്സിലാക്കാനാണ് കുട്ടികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വരാറ്. സാധനം ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്താൽ പോവില്ല, കഷ്ടം. അത്യാവശ്യം ഇതാണ് ഇതിലെ ഏറ്റവും ബുദ്ധിമുട്ടിട്ടാ പരിപാടിയിൽ എടുത്തു കളയുക എന്നുള്ളത്. അയ്യോ സാധനം എന്താ പോകാത്ത. അപ്പോൾ ഇനി നമുക്ക് ഏത് ക്വസ്റ്റ്യൻ എടുക്കാം? അവിടെ ഒരു പാല് വന്ന് എടുക്കണ്ടല്ലേ, അപ്പോൾ മാറ്റാൻ മതി എന്നുകൊണ്ടല്ലേ. പോട്ടെ. ഏതാ നല്ലത്? 269 എളുപ്പാട്ടോ. 269 വിട്. നമുക്ക് 268 എടുക്കാം. എന്തുകൊണ്ടുമായി തോന്നുന്നത് വായിച്ച് നോക്കിയിട്ട് നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട കൂടി. നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ m/f/e. അപ്പോൾ പറയേണ്ട കാര്യമില്ല. 267 പോയാലോ? അത് ഇച്ചിരി ഉണ്ടല്ലോ.
ഓക്കെ, അത് ഇച്ചിരി വലുതാക്കണം വേണ്ടല്ലോ. A telescope has an objective lens of focal length 200 centimeter and an eyepiece of focal length 2 centimeter. If the telescope is used to see 50-meter tall building at a distance of 2 kilometer, what is the height of the image of the building formed by the objective lens? ഒന്നുകൂടി ഇരുത്തി വായിക്കാട്ടോ, ഞാൻ വായിച്ചു പോവാണ്. അതായത് ഒരു ടെലസ്കോപ്പ് ഉണ്ട്, അതിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 200 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 200 സെൻറ്റിമീറ്റർ വന്നിട്ട് എന്നിട്ട് പറയണത് പറഞ്ഞു ആൻഡ് an eyepiece is having focal length of how much? എവിടെ 2 സെൻറ്റിമീറ്റർ അല്ലേ? അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം ഒബ്ജക്റ്റീവിൻ്റെ കേസുകളൊക്കെ പറയാം അല്ലേ. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഐ പീസ് പോട്ടെ. ഇഫ് ദിസ് ടെലസ്കോപ്പ് ഈസ് യൂസ് ടു സീ എ 50-meter tall building at a distance of 2 kilometer, അതായത് യു അല്ലേ. നമ്മളെപ്പോഴും ഒബ്ജക്റ്റിൻ്റെ കേസുകൾ പറയണത് എന്താ, അത് ഒരുമിച്ച് കഴിയട്ടെ. എന്തുകൊണ്ടാണ് അവിടെയാണ് ആദ്യം ഒബ്ജക്റ്റ് ഫോം വെച്ചിട്ട് ആദ്യം ഒബ്ജക്റ്റീവ് ലെൻസാണ് എന്ത് ചെയ്യണത്, ഇമേജ് ഫോം ചെയ്യണേ. എന്നിട്ട് ആ ഇമേജാണ് ഇറ്റ് ബിക്കംസ് ദ ഒബ്ജക്റ്റ് ഫോർ ദ ഐ പീസ്. ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒബ്ജക്റ്റ് ഫോർ എൻ ഐ പീസ് എത്ര ഡിസ്റ്റൻസിൽ വന്നിരിക്കുന്നത് 2 കിലോമീറ്റർ, അല്ലെങ്കിൽ എനിക്ക് പറയാം 2 കിലോമീറ്റർ എന്നല്ലോ പറഞ്ഞിട്ടുള്ളത്. 2 കിലോമീറ്റർ 2 × 10⁻³ മീറ്റർ, അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിൽ എടുക്കുകയാണെങ്കിൽ നല്ലത് അല്ലേ. 2 × 10⁵ അല്ലേ, മുകളിലത്തെ FO സെൻറ്റിമീറ്ററിലല്ലേ. സോ 2 × 10⁵ സെൻറ്റിമീറ്റർ. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി നമുക്ക് FO UO തന്നിട്ടുണ്ട്. കാണ്ട് യു ഫൈൻഡ് ദ ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്? പറ്റുണ്ടോ? 1/VO മൈനസ് 1/UO ആണെന്ത് 1/FO അല്ലേ. ഇത് നമുക്ക് എന്താ 1/VO ഈസ് ഈക്വൽ ടു 1/FO. എന്താ എഴുതാത്തോ? 1/FO പ്ലസ് 1/UO എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കളയാം കേട്ടല്ലോ. അപ്പോൾ എത്രയാ വരുന്നത്? ആഡ് ചെയ്യുന്ന മുമ്പ് സൈൻ കൺവെൻഷൻ എടുത്തില്ലല്ലോ മക്കളെ. യു എന്താ വരിക? ഓർമ്മ ഉണ്ടോ? യു നെഗറ്റീവാണ് വരിക അല്ലേ. ഫോക്കൽ ലെങ്ത് പോസിറ്റീവാ, റൈറ്റ്. അപ്പോൾ യു നെഗറ്റീവ് ആണെങ്കിൽ അല്ലേ ഇത് നെഗറ്റീവായി മാറും, റൈറ്റ്. ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ. ഓർമ്മ ഉണ്ടോ? ലെൻസുകൾ റൈറ്റ്, ഇവിടെയാണ് ഒബ്ജക്റ്റ്, ഇൻസിഡൻറ്റ് റേ ഡയറക്ഷൻ ഇങ്ങനെ, യു ഇങ്ങനെയാണ് വരിക അല്ലേ. ഫോക്കൽ പോയിന്റ് ഇവിടെ അല്ലേ വന്നിരുന്നത്. സോ FO ഇസ് പോസിറ്റീവ് whereas UO ഇസ് നെഗറ്റീവ്. 1/FO മൈനസ് 1/UO എന്ന് എഴുതണം. അതായത് 1/200 മൈനസ് 1/2 × 10⁵. നല്ല വൃത്തികെട്ടൊരു നമ്പർ വരും മിക്കതും. 999 അടുത്തൊക്കെ വരും കേട്ടോ. അത് പോട്ടെ. അപ്പോൾ യു വിൽ ഗെറ്റ് V0 ഇസ് ഈക്വൽ ടു 2 ചേട്ടാ ഡിനോമിനേറ്റർ 2 × 10⁵ ഡിവൈഡഡ് ബൈ 999. ഇത്രയും സെൻറ്റിമീറ്റർ നമുക്ക് എന്ത് കിട്ടി? ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. നൗ ദിസ് ഡിസ്റ്റൻസ് ബിക്കംസ് ദ വാട്ട്? ബിക്കംസ് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഫോർ ഐ പീസ്. അത് ഓർത്ത് വയ്ക്കുക. എന്നാലും ഇപ്പോൾ മാഗ്നിഫിക്കേഷൻ ഉണ്ട് അല്ലേ. MO ഡസ് മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് വിച്ച് ഇസ് V0/U0. V ആണ് കേട്ടോ എഴുതിയത്. അപ്പോൾ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. U0 നമുക്ക് തന്നിട്ടുണ്ട്, മൈനസ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ -999 എന്ന് പറയും. ഈ മൈനസിൻ്റെ സൈൻ എന്താ? അതായത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജാണ് എന്ത് ഒബ്ജക്റ്റീവ് ലെൻസ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ മോഡലസ് അല്ലേ കിട്ടണ്ട, മാഗ്നിറ്റ്യൂഡ് കിട്ടിയാൽ മതി അല്ലേ. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കിട്ടാവുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ, റൈറ്റ്. വി ഹാവ് റിട്ടൺ ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദിറ്റ്, റൈറ്റ്. അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ പറയണേ? ചേട്ടാ പോയല്ലോ, ഏതായിരുന്നു ക്വസ്റ്റ്യൻ? പിന്നെ ഇപ്പോൾ തന്നെ എഴുതി നമുക്ക് കാണാനില്ല. അതെന്ത് സോറി കേട്ടോ. അപ്പോൾ നമുക്ക് 50 മീറ്റർ ടോൾ ബിൽഡിങ്, അപ്പോൾ HO അല്ലേ അത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇമേജിൻ്റെ ഹൈറ്റ് അല്ലേ. അപ്പോൾ ഐ പീസ് മാത്രം നോക്കിയാൽ പോരെ ടെലസ്കോപ്പിൻ്റെ കേസിൽ, റൈറ്റ്. യു ആർ ആസ്ക്ഡ് വാട്ട് ഇസ് ദ ഇമേജ് ബിൽഡിംഗ് ബൈ ദ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് മാത്രം ചോദിച്ചിട്ടുള്ളൂ. നന്നായി നമ്മൾ ഐ പീസിൻ്റെ കാര്യം എഴുതാഞ്ഞത്, അല്ലെങ്കിൽ തലയ്ക്ക് ഓളം പിടിച്ച് തന്നെ, റൈറ്റ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് അല്ലേ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി 1/999 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ഇമേജ് എനിക്ക് അറിഞ്ഞുകൂടാ, അതവിടെ ഇരിക്കട്ടെ. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് നമുക്ക് 50 കിലോമീറ്റർ എന്നല്ലേ, 50 കിലോമീറ്റർ അല്ലേ പറഞ്ഞില്ലേ, 50 കിലോമീറ്റർ പറഞ്ഞില്ലേ, 50 സെൻറ്റിമീറ്ററാണ്
50 മീറ്റർ നന്നായി. അപ്പോൾ 50 × 10⁻² എന്ന് എഴുതിയാൽ മതി. സന്തോഷം. റൈറ്റ്, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി സൈസ് ഓഫ് ഇമേജ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറൗണ്ട് വാല്യൂ ഒക്കെ മതി. അപ്രോക്സിമേറ്റ്ലി ക്വൈറ്റ് ക്ലോസ് ടു 5 സെൻറ്റിമീറ്റർ ആയിട്ട് വരും. റൈറ്റ്, അപ്പോൾ ഓബ്ജക്റ്റിൻ്റെ സൈസ് ഉണ്ട്. അതായത് എത്ര മീറ്റർ ടോളുള്ള ബിൽഡിങ് 50 മീറ്റർ ടെലസ്കോപ്പിൽ കൂടെ കാണും ദൂരം അല്ലേ. 50 മീറ്റർ നീളമുള്ള വസ്തുവിനെ നിങ്ങൾക്ക് 5 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നിങ്ങളുടെ ടെലസ്കോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സാധാരണ കാണിച്ചു തരും കേട്ടോ. ക്ലിയർ ആയ? റൈറ്റ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എവിടെ ഉണ്ടോ അത് 265 ഇത്തിരി കൂടി വൃത്തിയിൽ പറയണ്ട. അതായത് ഇയാളുടെ നിയർ പോയിന്റ് 50 സെൻറ്റിമീറ്റർ ആണ്. എന്ത് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്ക് 25 സെൻറ്റിമീറ്റർ വരെ കാണാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായതാണെന്ന് വിചാരിക്കുന്നു. 264 ഇതൊക്കെ സിമിലർ ക്വസ്റ്റ്യൻ ആട്ടോ. അതെ, 264 എന്ന് വെച്ചാൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് പൊസിഷൻ ഓഫ് എ പേഴ്സൺ ഇസ് 75 എന്നല്ല പറഞ്ഞത് 75 സെൻറ്റിമീറ്റർ അല്ലേ. അതായത് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ റീഡിങ്സ് ഓഫ് ഫോർ സച്ച് എ പേഴ്സൺ, അതായത് അയാൾക്ക് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വിഷൻ 75ആണ്. അതായത് അതിൻ്റെ അർത്ഥം അയാൾക്ക് ഇമേജ് ഫോം ചെയ്യണത് 75 സെൻറ്റിമീറ്ററിലാണ്. ഒരു വഴിയില്ല. റൈറ്റ്, ക്ലിയർ. നിയർ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കരുത് കേട്ടോ. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വിഷൻ ഓഫ് എ പേഴ്സൺ ഇസ് 75 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇമേജ് അവിടെ ഉണ്ടായാലേ ശരിക്കും കാണുള്ളൂ. 75 സെൻറ്റിമീറ്ററിലെങ്കിൽ അയാൾക്ക് കാണണം കേട്ടോ. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. എന്തിനാ പ്രോപ്പറായിട്ട് കാണണമെങ്കിൽ എന്താ ബുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നോർമലായിട്ടിരിക്കുമ്പോൾ എന്താ ഒബ്ജക്റ്റ് 25 സെൻറ്റിമീറ്ററിലെങ്കിലും ഉണ്ടാവണം അല്ലേ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 261 ക്വസ്റ്റ്യൻ നോക്കിയേ. മാഗ്നിഫൈങ് ഗ്ലാസ് ഓഫ് ഫോക്കൽ ലെങ്ത് 5 സെൻറ്റിമീറ്റർ. മാഗ്നിഫൈങ് ഗ്ലാസ്, സോ ഇറ്റ്സ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. റൈറ്റ്, 5 സെൻറ്റിമീറ്റർ. അപ്പോൾ f is equal to 5 സെൻറ്റിമീറ്റർ is used to view an object by a person whose smallest distance of distinct vision is 25 സെൻറ്റിമീറ്റർ. അയാളുടെ ഏറ്റവും ചെറിയ ഡിസ്റ്റിങ്ക്ട് വിഷന് പറ്റിയ ഡിസ്റ്റൻസ് 25 സെൻറ്റിമീറ്ററാണ് കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ക്ലോസ് ടു ഐ ആയിട്ടാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്താണ്? എന്താ മാഗ്നിഫിക്കേഷൻ? സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ 1+d/f അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 25 5 വരെ കഴിഞ്ഞാൽ 5 6 എന്ന് കിട്ടും മാഗ്നിഫിക്കേഷൻ. റൈറ്റ്, 6 സെൻറ്റിമീറ്റർ ഇസ് മാഗ്നിഫിക്കേഷൻ. എളുപ്പമല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്ന 260 ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ നോർമൽ ഐ ദ കോർണിയ ഓഫ് ഐ പ്രൊവൈഡ്സ് എ കൺവെർജിങ് പവർ ഓഫ് 40 d. അതായത് ലെൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കോർണിയൻ്റെ പവർ എത്രയാ തന്നിട്ടുണ്ട്? 40 ഡയോപ്റ്റർ തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലോ പ്ലസ് ആണ് കേട്ടോ. ഇനി എന്താ പറയാനുള്ളത്? ലീസ്റ്റ് കൺവെർജിങ് പവർ ഓഫ് ദ ഐ ലെൻസ് ബിഹൈൻഡ് ദ കോർണിയ ഇസ് 20 ഡയോപ്റ്റർ. ആൻഡ് അതായത് കോർണിയയുടെ ബാക്കിലുള്ള അതായത് ഒരു ലെൻസ്, അതായത് കോർണിയർ പവർ ഉണ്ട്, അതിനുശേഷം നമ്മുടെ ലെൻസ് ഐ പീസ് എന്നൊക്കെ പറയാം, ഐ എന്നൊക്കെ പറയാം അല്ലേ. ഐ ലെൻസ് തരുന്ന പവർ 20 d ആണെന്ന് വിചാരിക്കും. റൈറ്റ്, അപ്പോൾ ഐ ലെൻസ് അതായത് മൊത്തം കണ്ണിൻ്റെ ലെൻസ് എന്ന് പറഞ്ഞാൽ കോർണിയയും ലെൻസും കൂടിയിട്ടുള്ളതാണ് അല്ലേ. സോ അപ്പോൾ ഞാനിത് എഴുതിയില്ലല്ലേ. പവർ ഓഫ് ഐ ലെൻസ് ലെറ്റ്സ് സേ ദാറ്റ് ഇസ് 20 ഡയോപ്റ്റർ അല്ലേ. അങ്ങനെയാണെങ്കിൽ പവർ ഓഫ് ഐ ലെൻസ് എന്തായിരിക്കും? മൊത്തത്തിൽ കൈയിൻ്റെ പവർ എന്തായിരിക്കും? 40 + 20 60 ഡയോപ്റ്ററാണ് മൊത്തത്തിൽ കണ്ണിൻ്റെ പവർ അല്ലേ. കഴിഞ്ഞിട്ടില്ല. യൂസിങ് ദിസ് ഇൻഫോർമേഷൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റെറ്റീന ആൻഡ് കോർണിയ ഐ ലെൻസ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ്. നിങ്ങളോട് ചോദിക്കുകയാണ് കോർണിയയും ഈ ഐ ലെൻസും തമ്മിലുള്ള ലെങ്ത് ഡിഫറൻസ് എത്രയാണ് കിട്ടിയ? നമുക്ക് പവർ കിട്ടിയിട്ടുണ്ട് 60 d. ഇതുകൊണ്ട് എന്ത് കണ്ടുപിടിക്കാം? അറ്റ്ലീസ്റ്റ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചേക്കാൻ പറ്റുമോ? ഉണ്ട്. സോ ഫോക്കൽ ഈസ് ഈക്വൽ ടു 1/power or 1/60 അല്ലേ. 1/60 മീറ്റർ റേസ്റ്റ് -1 എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം? മീറ്റർ എന്ന് എഴുതാം. 1/60 എനിക്ക് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ 100/60 ആക്കാം. or I will get 5/3 സെൻറ്റിമീറ്റർ ആസ് വാട്ട്? ഫോക്കൽ ലെങ്ത്. ഇനി എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്? ഫോക്കൽ ലെങ്ത് ആണ് ശരിക്കും എന്താ ഇതിൻ്റെ പ്രോപ്പറായിട്ട് നിങ്ങളോട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിക്കാൻ പറഞ്ഞത്. ഇഫ് യു ഡോണ്ട് നോ ദ ഡിസ്റ്റൻസ്, ആക്ച്വലി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റെറ്റീന ആൻഡ് കോർണിയ ലെൻസാണ് നമ്മുടെ ഫോക്കൽ ലെങ്ത് അല്ലേ. ലെൻസ് ഇത് റെറ്റീന, ഇവിടെയാണ് നമുക്ക്
ഇമേജ് ഫോം ചെയ്യാം. സോ ദിസ് ഇസ് ദ ഫോക്കൽ ലെങ്ത്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചുള്ളത് എന്ത് തന്നെയാണ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എവിടെ ഇടൂ? ബിറ്റ്വീൻ ദ റെറ്റീന ആൻഡ് കോർണിയ ഐലൻഡ്സ്. എളുപ്പമായില്ലേ? നിങ്ങളോട് ഫോക്കൽ ലെങ്ത് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ്? സോ യു വിൽ ഗെറ്റ് അറൌണ്ട് 1.67 സെൻറ്റിമീറ്റർ. ഇനി 243 ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോണത് കേട്ടോ. അത് കാണുമ്പോൾ വേഗം കൊണ്ടായിട്ട് മാർക്ക് ചെയ്ത് കുറച്ച് ചേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വെച്ചാൽ ഒരു ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് ഇൻ എ നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ ട്യൂബ് ലെങ്ത് ഒക്കെ ഓർമ്മ വെക്കണം. സ്ട്രേറ്റ് ലൈൻ ഓഫ് ലെങ്ത് എൽ ഇസ് ഡ്രോൺ ഓൺ ദി ഇൻസൈഡ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഞാൻ വരച്ചുതരാം. ദ ഐ പീസ് ഫോംസ് എ റിയൽ ഇമേജ് ഓഫ് ദിസ് ലൈൻ. ദ ലെങ്ത് ഓഫ് ദിസ് ഇമേജ് ഇസ് I സെൻറ്റിമീറ്റർ. ഇത്രയാണ് തന്നിട്ടുള്ളത്. the length of this image is I. The magnification of the telescope. കൊണ്ടോ ഈ ഇക്വേഷൻ എഴുതി കൊളാക്കരുത് കേട്ടല്ലോ, റൈറ്റ്? കുറച്ച് കോൺസെപ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്, ഇത് നമ്മുടെ ഐ പീസാണ്. ചെറുതായ ചെറുതും വലുതൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ, റൈറ്റ്? കാര്യമുണ്ട് ബോർഡ് എക്സാമിനാണെങ്കിൽ. ഞാൻ കോൺസെപ്റ്റ് മാത്രം ഇവിടെ ഈ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഉള്ളിലായിട്ട് ഒരു L ലെങ്ത്തിൽ ഒരു ലൈൻ വരച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഈ L ലെങ്ത്തുള്ള ഈ ലൈനാണ് ഇനി മുതൽ ഒബ്ജക്റ്റ് ഫോർ ഐ പീസ്, റൈറ്റ്? വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലെൻസസ് ഓർ ദ ട്യൂബ് ലെങ്ത് ഡ്യൂറിങ് നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ്? ദറ്റ് ഇസ് FO + FE ഞാൻ പറയുന്നുണ്ട് അല്ലേ. എന്നിട്ട് ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയണത് അല്ലേ. ഞാൻ ഇങ്ങനെ ഓരോ ആരോ വരച്ചു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമേജ് ഇങ്ങനെ, റൈറ്റ്? ലെറ്റ്സ് സേ ഐ. ഇത്രയും ക്ലിയർ ആയ, റൈറ്റ്? ഇത്രയും കുഴപ്പമില്ലല്ലോ. ഐ പീസ് എന്തുകൊണ്ടാണ് അവിടെ ഇമേജ് ഫോം ചെയ്തതെന്നൊരു ഡൗട്ട് വരും. നിങ്ങൾ ഈ ലെൻസിനെടുത്ത് കളഞ്ഞ്, അപ്പോൾ സാധാരണ ഒരു കോൺവെക്സ് ലെൻസാണ്. ഇത് ഐ പീസിൽ ഇവിടെ കൊണ്ടുപോയിട്ട് ഇമേജ് അല്ല, ടെലസ്കോപ്പിന് ഇവിടെയാണ് ഇമേജ് വരികയെന്നൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ഇതിൻ്റെ അർത്ഥം ദിസ് ഇസ് എ സിമ്പിൾ ലെൻസ്, റൈറ്റ്? ദിസ് ഇസ് സിമ്പിൾ ലെൻസ് വിത്ത് ആൻ ഒബ്ജക്റ്റ് ഹിയർ. ഒബ്വിയസ്ലി ദി ഇമേജ് വിൽ ബി ഇൻവേർട്ടഡ് ആൻഡ് ഇൻ ദിസ് ഡിറക്ഷൻ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് കേട്ടോ. ഒരു ലെൻസും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് മാത്രം ആലോചിക്കുക, പക്ഷേ പാരാമീറ്റേഴ്സ് വേറെ ആലോചിക്കണം കേട്ടല്ലോ. അപ്പോൾ ഈ ഫിഗർ വെച്ചിട്ട് വാട്ട് ആൻഡ് ഓൾ ക്യാൻ ബി റിട്ടേൺ റിഗാർഡിംഗ് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്? U ഇസ് ഈക്വൽ ടു FO + FE ആണ് അല്ലേ? ആണ്. മൈനസ് ഉണ്ട് അല്ലേ? ഇൻസിഡൻറ്റ് ഇങ്ങനെ മെഷർമെൻറ്റ് ഇങ്ങനെ അല്ലേ. ഞാൻ ഐ പി സിന്ന് അങ്ങോട്ടാണ് മെഷർമെൻറ്റ് ചെയ്യാം അല്ലേ. ക്ലിയർ ആയ? ഫോക്കൽ എവിടെയാണ് വരുന്നത്? ഫോക്കൽ പോയിൻ്റ് ഓഫ് വാട്ട് ഷുഡ് ബി ഡൺ, വാട്ട് ഈസ് ടു ബി റിട്ടേൺ? ഐ പീസ് ആണ് ഇവിടെ ഹീറോ അല്ലേ. അപ്പോൾ F ഇസ് ഈക്വൽ ടു FE എന്നും വന്നു അല്ലേ. അപ്പോൾ എനിക്ക് 1/V കണ്ടുപിടിക്കാൻ പറ്റുമോ? 1/V - 1/U is equal to 1/F അല്ലേ. അപ്പോൾ 1/V മൈനസ് യുവിൻ്റെ സ്ഥലത്ത് എന്ത് എഴുതും? -FO + FE അല്ലേ ഇസ് ഈക്വൽ ടു 1/F. എഫിന് പകരം FE എന്ന് എഴുതണം കേട്ടോ. ഇനി കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ 1/V ഇസ് ഈക്വൽ, ഇത് മൈനസ് പ്ലസ്, അപ്പോൾ അത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. ഈസ് ഈക്വൽ ടു 1/FE - 1/FO + FE എന്ന് വരും. ആയോ? ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്, റൈറ്റ്? അപ്പോൾ FO + FE -FE ഡിവൈഡഡ് ബൈ FO + FE. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ അപ്പോൾ 1/V ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 1/V ഇസ് ഈക്വൽ ടു എനിക്ക് FO ഡിവൈഡഡ് ബൈ FO ഡിവൈഡഡ് ബൈ FO + FE എന്ന് കിട്ടി. സി മാരി ഉണ്ടെങ്കിൽ അത് എന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടല്ലോ. എനിക്കപ്പോൾ എന്താ എഴുതാം? V ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? FO എന്തോ മിസ്സായ മാതിരി എനിക്ക് തോന്നുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ശരിയായില്ലല്ലോ. ഓക്കെ, അവിടെ ഒരു FE വരണ്ടേ മക്കളെ അല്ലേ? ഡിനോമിനേറ്റർ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ദർ ഇസ് എൻ FE ഹിയർ, റൈറ്റ്? സോ V വിൽ ബി ഈക്വൽ ടു FE into FO + FE ഹോൾ ഡിവൈഡഡ് ബൈ FO. ഇത് ഇവിടെ കേട്ടല്ലോ. അപ്പോൾ എനിക്ക് V കിട്ടിയിട്ടുണ്ട്. ഇതെന്തിനാണ് പോണേന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മാഗ്നിഫിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇമേജ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റ് ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു V/U അല്ലേ. ഇവിടെ വിന് വരം എന്തെഴുതുക? ഈ വാല്യൂ കൊണ്ട് എഴുതി വയ്ക്കുക. V എന്താ? FE FO + FE ഡിവൈഡഡ് ബൈ F0 ഹോൾ ഡിവൈഡഡ് ബൈ U എന്താ? FO + FE. അപ്പോൾ മുകളിലത്തെ ഈ സാധനം ഇത് കട്ട് ചെയ്ത് പോകും,
right? So you will find I by L, that is this one, is equal to FO by FE എന്ന് കിട്ടും. ചെയ്ത് നോക്കട്ടോ, റൈറ്റ്? FO by FE അല്ലല്ലോ, തല തിരിഞ്ഞല്ലോ. FE by FO എന്ന് വരും, FE by FO, right? Or I can write I by L is equal to FO, sorry, ഞാൻ എപ്പോഴും FO by FE എന്ന്, അതെന്താ പറയുക, അത് നമുക്ക് അങ്ങനെ വന്നു പോയത് തന്നെ കേട്ടോ. L by I is equal to FO by FE എന്ന് വരും. ഈ FO by FE എന്നാണ് നമ്മളെന്ത് ടെലസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ പഠിച്ചിട്ടുള്ളത് വെൻ നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ, റൈറ്റ്? ക്ലിയർ? എന്തോ ഞാനിത് പറഞ്ഞതിന് ശ്രദ്ധിക്കട്ടാ. സാധാരണഗതിയിൽ നമ്മൾ മാഗ്നിഫിക്കേഷൻ വേഗം എഴുതുക FO by FE അല്ലേ. പിന്നെ നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്താ പഠിച്ചിട്ടുള്ളത്? ഇമേജ് ലെങ്ത് അല്ലേ, ഇമേജ് ലെങ്ത് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റ് ലെങ്ത്. ഇതെങ്ങനെയാണോ വന്ന് ശ്രദ്ധിച്ച് നോക്കി, തല തിരിഞ്ഞിട്ട് വന്നിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, റൈറ്റ്? ക്ലിയർ? റൈറ്റ്? അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്തു പോവുക, റൈറ്റ്? കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് ഒന്ന് പേജ് ഒന്നുകൂടി ആദ്യം മുതൽ നോക്കിക്കഴിഞ്ഞാൽ സാധനം എളുപ്പമാണ്. എവിടെ? അതോടെ നമ്മുടെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. സന്തോഷം അലതടുന്നു, സോറി. അയ്യോ എൻ്റെ അമ്മ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സാധനത്തിലേക്ക് പോകണമല്ലോ. നിങ്ങൾക്ക് എടുക്കാത്തതാണ് കേട്ടോ, റെയിലിംഗ് സ്കാറ്ററിംഗ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ സ്കാറ്ററിങ്ങിൻ്റെ ഫോർമുല പറഞ്ഞുതരാം, നീറ്റിൽ ആവശ്യമുള്ളത് കൊണ്ട് മാത്രം, കേട്ടല്ലോ. റെയിലിംഗ് സ്കാറ്ററിംഗ് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട് കേട്ടോ മക്കളെ. അത് നിങ്ങൾക്ക് എടുക്കാത്തത് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സിലബസിലുള്ളതായിരുന്നു ആദ്യം കേട്ടോ. ബട്ട് ഇറ്റ് ഹാസ് ബീൻ റിമൂവ്ഡ്. അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാം, റൈറ്റ്? അതായത് റെയിലിംഗ്, റൈറ്റ്? ദാറ്റ് ഈസ് റെയിലിംഗ് സ്കാറ്ററിംഗ് കേട്ടോ ഫോർമുല. അതായത് ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് റേസ്ഡ് ടു 4. അതായത് വേവ് ലെങ്ത് കുറവുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും നന്നായിട്ട് സ്കാറ്റർ ചെയ്ത് പോവുക, റൈറ്റ്? അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് കുറവ് സ്കാറ്ററിങ് ആയിരിക്കും, റൈറ്റ്? റൈറ്റ്? സോ ജസ്റ്റ് റൈറ്റ് ദ ഫോർമുല ആസ് ഇറ്റ് ഇസ്. ഇത് എവിടെയെങ്കിലും എഴുതി വയ്ക്കുക, നമുക്ക് നീറ്റിന് ആവശ്യമുണ്ട്, റൈറ്റ്? സോ ദ റെയിലിംഗ് സ്കാറ്ററിംഗ് ഫോർമുല സേസ് ദാറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 4 പവർ ഓഫ് വേവ് ലെങ്ത് ഓഫ് ദാറ്റ് ലൈറ്റ്. ക്ലിയർ ആയ? ഇനി ഈ സാധനം കഴിഞ്ഞെങ്കിൽ നമുക്ക് എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ 235 പോകണം, 236 പോവാം. അയ്യോ എന്നതാടേ, ഞാൻ റബ്ബർ ഇച്ചിരി മാച്ച പോവും ഫുള്ള്, അത് നല്ലത്, എടുത്ത് കളയാൻ നിൽക്കണമല്ലോ. അപ്പോൾ വായിച്ചു നോക്കിയാൽ 236 വലുതാക്കണം. അയ്യോ ഇത് എന്തോ അത് മനസ്സിലായി. അപ്പോൾ 236 ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. When sunlight is scattered by atmospheric atoms and molecules, the amount of scattering of light of wavelength 440 നാനോമീറ്റർ, അത് 440 നാനോമീറ്ററിൻ്റെ സ്കാറ്ററിങ് ചെയ്ത ഇൻറ്റൻസിറ്റി അതായത് IA ആണെന്നുണ്ട്. ദ എമൗണ്ട് ഓഫ് സ്കാറ്ററിങ് ഫോർ ദ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 660 നാനോമീറ്റർ. വളരെ എളുപ്പമാണല്ലോ. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഒരു വേവ് ലെങ്ത് തന്നിട്ട്, ലെറ്റ്സ് സേ ദാറ്റ് ഇസ് λ1 440 നാനോമീറ്റർ ആണ്. മില്ലിമീറ്റർ ആയിപ്പോയാൽ നാനോമീറ്റർ. എന്നാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണ്? A ആണ്, അത് I1 ആണ് എഴുതിക്കുക. എന്നാൽ λ2 വേവ് ലെങ്ത് 660 നാനോമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി I2 എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? I ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു λ⁴ അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് I1/I2 is equal to λ2⁴ ഡിവൈഡ് ബൈ λ1⁴ എന്ന് എഴുതാം. എഴുതി കൂടെ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യടോ. λ2 എന്താ? 660 അല്ലേ? ഇനി I2/I1 ആണ് ചോദിച്ചത്, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. I2/I1 ആണ് ചോദിക്കുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ I2 എടുക്കുക, സുഖമല്ലേ? അതെന്തായിരിക്കും? λ1⁴ ഡിവൈഡ് ബൈ λ2⁴. λ1 എന്താണ് മക്കളെ? 440 താഴെ 660 എന്ന് വരും. കാൽക്കുലേഷനാണ്, റൈറ്റ്? സോ 444, അത് 11 4ഉം 6ഉം 2ഉം 3ഉം വരും അല്ലേ?
by 3 raised to 4 എന്ന് വരും. റൈറ്റ് എ ദാറ്റ് മീൻസ് ഇൻറ്റൻസിറ്റി. റൈറ്റ് ക്ലിയർ ആവുമ്പോൾ ഇൻറ്റൻസിറ്റിൻ്റെ റേഷ്യോയിൽ വരും. റൈറ്റ് അതായത് I2 is equal to I1 into 2/3 raised to 4. ക്ലിയർ ആയ? റൈറ്റ് ആ 2/3 raised to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നോക്കിയേ, വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്തുതരാം. I1 2 raised to 4 എന്താടോ 16. റൈറ്റ് 16 ഡിവൈഡഡ് ബൈ എത്ര 81 അല്ലേ? ഏതാന്നാലും ഏതാണ്ടൊക്കെ 1/5 അടുത്തായിട്ട് വരും. റൈറ്റ് ഈ I1 എന്താ എ ആണ്, നോട്ട് ഈക്വൽ ട്ടോ. ഞാൻ എറൗണ്ട് പറഞ്ഞല്ലോ 1/5 0.2 അടുത്തൊക്കെ അല്ലേ വരിക, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ് 81 അല്ലേ? 80ൻ്റെ ഡബിൾ 160 അങ്ങനെ ആലോചിക്കുക. 0.2 വരുന്ന ഏറ്റവും നല്ല ഫ്രാക്ഷൻ 1/5, അതുകൊണ്ടാണ് എടുത്തത് കേട്ടോ. സോ ദ ആൻസർ വിൽ ബി A/5. ഇതെവിടെ എവിടെ സാധനം? ക്വസ്റ്റ്യൻ നമ്പർ കഹാ ഹേ? ദിഖ്താ ഹി നഹീ ഹൈ. ഐഷ എന്ന് പറയാൻ പോയത്. എനിവേസ് 235ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് സ്കാറ്ററിങ് തന്നെ, പക്ഷെ വേറെ ഇത്തിരി വ്യത്യാസമുണ്ട്. In a given direction, the intensity of scattered light by a scattering substance of two beams of light are with the ratio 256:81. ഓക്കെ, ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ തന്നിട്ടുണ്ട്, അതായത് I1/I2 തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ദ റേഷ്യോ ഫ്രീക്വൻസി ഓഫ് ദ ഫസ്റ്റ് ബീം ടു ദ ഫ്രീക്വൻസി ഓഫ് ദ സെക്കൻഡ് ബീം അല്ലേ? അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു λ⁴. അപ്പോൾ ഈ ലാംഡാനെ എനിക്ക് എന്തിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റണം? ഫ്രീക്വൻസി 1/λ f ആണല്ലേ? അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? I is proportional to f⁴. ഇതും എടുത്ത് വെച്ചു കേട്ടോ. ഇത് റെയിലിംഗ് സ്കാറ്ററിംഗ് ഫോർമുല അല്ല കേട്ടോ. ഇത് നമ്മൾ അതിൽ നിന്ന് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒന്ന് വേർതിരിച്ചെടുത്തു എന്നുള്ളൂ. ദാറ്റ് ഈസ് ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്ററിംഗ് ഈസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു 4 times the frequency of that light. റൈറ്റ് അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക? I1/I2 is equal to f1/f2 raised to 4 എന്ന് വരും. റൈറ്റ് ക്ലിയർ ആയ? റൈറ്റ് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെ ചെയ്യാനാണ്? നമുക്ക് I1/I2 തന്നിട്ടുണ്ട്, f1/f2 വരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനാണ് എളുപ്പ വഴി. നോക്കിയേ, ഇത് 1 raised to 4 ആണെങ്കിൽ I can even write f1/f2 is equal to I1/I2 raised to 1/4. അതുകൊണ്ട് ചെയ്ത് ഞാൻ ഇപ്പുറം ഞാൻ ഇത്തിരി വൃത്തിയിൽ എഴുതി കാണിച്ചു തരാം. പോയി പേടിച്ചു പോയി. ഇവിടെ എഴുതാം. ഓക്കെ, അതായത് നമുക്ക് I1/I2 എത്ര തന്നിട്ടുള്ള മക്കളെ? I1/I2 നമുക്ക് 256/81 കിട്ടുന്നുണ്ട്. ഈ I1/I2 എന്താണെന്ന് പറയണേ? f1/f2ൻ്റെ raised to 4 ആണ് അല്ലേ? 256/81. അല്ലെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? f1/f2 is equal to 256/81 raised to 1/4 അല്ലേ? അറിഞ്ഞിരിക്കാം. ഏത് സംഖ്യേനെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലേ നിങ്ങൾക്ക് 256 കിട്ടുക? 4നെ. ഏത് സംഖ്യേനെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 81 കിട്ടും? 3നെ. സോ f1/f2 is equal to 4/3. കേട്ടോ? ക്ലിയർ? ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോലെ തന്നെ സ്കാറ്ററിങ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്കാറ്ററിങ് ഇതിൽ കൂടുതൽ സ്കാറ്ററിങ് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതിൽ പ്രത്യേകിച്ച് അത് ഡയറക്റ്റ് ഇക്വേഷൻസ് മാത്രമേ ചോദിക്കുള്ളൂ. സോ ഗോ ടു ദ നെക്സ്റ്റ് പേപ്പർ ഷീറ്റ്. പ്രസൊക്കെ എത്തിയാ? 218ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. എപ്പോഴും ഞാൻ വീഡിയോ പറയാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്. വീഡിയോ പോസ് ചെയ്തിട്ട് തനിയെ ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പം എഴുതാം. എന്താ ചോദിച്ചിട്ടില്ല? എത്തിൻ പ്രിസം ഓഫ് ഇതെന്ത് പോകത്തെ? എത്തിൻ പ്രിസം ഓഫ് ആംഗിൾ 15 degree ouch made of glass of refractive index μn is equal to 1.5 is combined with another prism of glass of refractive index mu2 is equal to 1.75. The combination of the prisms produces dispersion without deviation. The angle of second prism should be. അപ്പോൾ ഇത് റൗണ്ട് അബൌട്ട് കേസാണല്ലോ. ഡിസ്പേർഷൻ വിത്തൗട്ട് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിനിമം ഡീവിയേഷൻ്റെ സം 0 ആണ്. ഡീവിയേഷൻ ഇല്ല അല്ലേ?
അപ്പോൾ ഓരോ പ്രിസവും തരുന്ന ഡീവിയേഷൻ ഒരെണ്ണം Δ1 ഒരെണ്ണം Δ2 ആണെന്ന് വിചാരിക്കുക. അവരുടെ സമ്മ് എടുത്താൽ 0 എനിക്ക് കിട്ടേണ്ടത്. കിട്ടിയ ഇനി ചോദ്യം നോക്കിയേ, തിൻ പ്രിസമാണ് അല്ലേ. തിൻ പ്രിസത്തിൻ്റെ മിനിമം ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്താണോ? n-1 ഇൻറ്റു എ. ഇനി ഇത് ഞാൻ ഇതേമാതിരി ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ചെയ്തിട്ടുണ്ട് വെൻ ഐ വാസ് ഡീലിംഗ് വിത്ത് ദ പ്രിസം. ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കാം. ഇതിന് പകരം n1 a1 എന്തുകൊണ്ട് ഇതിന് ഓരോ പ്രിസത്തിനും ഓരോന്നല്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ n2 - 1 a2 = 0 അല്ലേ. ഇതിൽ നിന്ന് എനിക്ക് എന്തെന്ന് എഴുതാം? ഒന്ന് ശരിച്ചു വെച്ചാൽ I can write a2 is equal to minus n1 minus 1 a1 divided by n2 minus 1 എന്ന് എഴുതാം. ചില ബുക്കിൽ നമ്മൾ 3 എഴുതിക്കണം, വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലേ. ഇനി n1 n2 എന്നൊക്കെ എന്താ എഴുതിക്കണേ? n1 നിങ്ങൾക്ക് 1.5 മൈനസ് ഉണ്ട് കേട്ടോ. -1 ആംഗിൾ പൂരണത്തിൻ്റെ ഫസ്റ്റ് എത്ര 5 എന്ന് പറഞ്ഞിട്ടുണ്ട് 5 ഡിഗ്രി. റൈറ്റ്. n2 is 1.75 minus 1 അല്ലേ. ഇനി കാൽക്കുലേഷനാണ്. ഇറ്റ് വിൽ ബി അറൗണ്ട് 10 ഡിഗ്രി -10 ഡിഗ്രി എന്ന് കിട്ടും. റൈറ്റ്. അതുകൊണ്ടാണ് നെഗറ്റീവിൻ്റെ അർത്ഥം മനസ്സിലാവണ്ട. അതായത് നെഗറ്റീവ് ആവുന്നതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തത് നിങ്ങൾ പ്രിസത്തിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം കണക്ട് ചെയ്താലേ നമുക്ക് മിനിമം ഡീവിയേഷൻ അല്ലെങ്കിൽ ഡീവിയേഷൻ 0 ആവുള്ളൂ. അതായത് പ്രിസം ഒരെണ്ണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറ്റേ പ്രിസം ഇങ്ങനെ വെച്ചാലേ നിങ്ങൾക്ക് 0 ഡീവിയേഷൻ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ നെഗറ്റീവ് വാല്യൂ ഓഫ് ദ പ്രിസം. അത് തലതിരിച്ച് വെച്ചു. ഒരെണ്ണം പ്ലസ് ആണെങ്കിൽ മറ്റേത് നെഗറ്റീവ്. ഇത് ക്ലിയർ? ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് നെഗറ്റീവ് സൈൻ. ക്ലിയർ ആയ? സോറി, തൊണ്ട ശരിയല്ലല്ലോ. പെട്ടെന്ന് കിച്ച് വന്നു. കിച്ച് 215 അപ്പുറം കിടക്കണമെന്നുണ്ടല്ലേ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. അത് സ്ഥിരം വരണത് ഫിഗർ. ഇതെന്തുവാ ചിലപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നാലും റിപ്പീറ്റഡ് ആണെങ്കിലും ഒരു പ്രാവശ്യം കേൾക്കണത് തെറ്റൊന്നുമില്ല. വൈറ്റ് ലൈറ്റ് ഇസ് ഇൻസിഡൻറ്റ് on the face of AB of a glass prism. The path of the green component is shown in the figure. ഞാൻ പറയാം. ഫസ്റ്റ് ഒന്ന് വായിക്കട്ടെ. Shown in the figure, the green light is just totally internally reflected at the face AC as shown. The light emerges from the face AC will contain. അതായത് നമുക്ക് വൈറ്റ് ലൈറ്റ് ഇൻസിഡൻ്റ് ആയിരിക്കാണ് ഒരു ഗ്ലാസ് പ്രിസത്തിൻ്റെ AB. നമുക്ക് നോക്കാം. ദ പാത്ത് ഓഫ് ദ ഗ്രീൻ കമ്പോണൻറ്റ്, അതിൻ്റെ ഗ്രീൻ ലൈറ്റ്, അതായത് അതിൽ വിബ്ജിയോർ അല്ല ഉണ്ടാവും, അതിൽ നിന്ന് ഗ്രീൻ കമ്പോണൻറ്റ് മാത്രം പുറത്ത് വന്നതിൻ്റെ സോറി അമ്മച്ചി പോട്ടെ കാണിച്ചിട്ടുണ്ടെന്ന് പറയണു. അപ്പോൾ ഗ്രീൻ ലൈറ്റ് ഈസ് എന്താ ചെയ്യുന്നത്? ടോട്ടലി റിഫ്ലക്റ്റഡ് ചെയ്തിട്ടുണ്ട് AC എന്ന സെക്ഷനിൽ. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ACന്ന് പുറത്തേക്ക് എന്താ പറയുക, ഗ്രീൻ ലൈറ്റ് ഫുൾ റിഫ്ലക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ പുറത്തേക്ക് എന്ത് കളറാണ് വരിക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജ് എടുത്തു വെച്ചുള്ളത് നോക്കാം. ഇതാണ് ഫിഗർ കേട്ടോ. റൈറ്റ്. വൈറ്റ് ലൈറ്റ് AB ഫേസിൽ വന്നു, അതിൽ നിന്ന് ഗ്രീൻ ലൈറ്റ് പുറത്തേക്ക് വന്നു. ഗ്രീൻ ലൈറ്റ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, അതായത് ഗ്രേസ് ചെയ്ത് പോയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ജസ്റ്റ് എന്താ ക്രിട്ടിക്കൽ ആംഗിൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് കേട്ടല്ലോ. റൈറ്റ്. അപ്പോൾ ഇത് കോൺസെപ്റ്റാണ് അറിഞ്ഞിരിക്കുക. വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുക എന്തിൻ്റെ? വിബ്ജിയോറിൻ്റെ ഓർഡറിൽ. ഓർമ്മ ഉണ്ടോ? അതൊക്കെ ഞാൻ എടുത്തിട്ടുള്ള അറിഞ്ഞിട്ടില്ലെങ്കിൽ നോക്കുക. വിബ്ജിയോർ. റൈറ്റ്. അപ്പോൾ ഇതിൽ വീനാണ് ഏറ്റവും എന്താ പറയുക കുറവ് വേവ് ലെങ്ത്ത്, റെഡിനാണ് മാക്സിമം വേവ് ലെങ്ത്ത് അല്ലേ. അപ്പം നമുക്ക് കോഷി ഫോർമുല എടുത്തിട്ടുണ്ടോ എന്നറിയില്ല. കോഷീസ് ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിക്രീസ് ചെയ്യും ആസ് ദ വേവ് ലെങ്ത്ത് ഇൻക്രീസസ്. അറിഞ്ഞിരിക്കുക. ദാറ്റ് ഇസ് നോൺ ആസ് കോഷീസ് ഫോർമുല. ഇഫ് യു ഹാവ് നോട്ട് ടേക്കൺ ഐം സോറി അബൌട്ട് ഇറ്റ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഇൻ യുവർ CBSE പോയിന്റ് ഓഫ് വ്യൂവിൽ നിൽക്കുള്ളതല്ല. എന്നാലും അറിഞ്ഞിരിക്കുക. കോഷീസ് ഫോർമുല സേസ് ദാറ്റ് n decreases as the wavelength increases. ഞാൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ, അറിയില്ല. അപ്പോൾ ഇനി n ഡിക്രീസസ് എന്താ? അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു എന്താ, ഏതിനാ വേവ് ലെങ്ത്ത് കൂടുതൽ? വേവ് ലെങ്ത്ത് റെഡിനാണ് കൂടുതൽ അല്ലേ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവുള്ള ആരായിരിക്കും? റെഡിന്. ഞാൻ എടുത്തിട്ടുണ്ട്. ശരിയാ. റൈറ്റ്. സോ ഐ ക്യാൻ സേ വിബ്ജിയോറിൻ്റെ ഓർഡർ ഞാൻ നോക്കുകയാണെങ്കിൽ n ഡിക്രീസസ് ഇൻ ദ ഓർഡർ ഓഫ് വിബ്ജിയോർ. റൈറ്റ്. വിബ്ജിയോറിൽ n ഡിക്രീസ് ചെയ്യും, വിബ്ജിയോറിൽ ലാംഡ ഇൻക്രീസ് ചെയ്യും ഓർഡറിൽ. ഞാൻ ആലോചിച്ചാൽ മതി.
അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുക്കണം എന്താ, ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ കേസ് കൂടി പറയണം അല്ലേ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്താ മക്കളെ, സൈൻ ഇൻവേഴ്സ് അല്ലേ 1/n അല്ലേ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണല്ലേ. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n, ഓർ ഐ ക്യാൻ സേ ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. അപ്പോൾ സി ഇൻക്രീസസ് ഇൻ ദ ഓർഡർ ഓഫ് വിബ്ജിയോർ. ഓരോന്ന് വളരെ വളരെ ശ്രദ്ധിക്കുക കേട്ടോ, ഓരോന്ന് പോയിന്റിൽ എഴുതുക. ലാംഡ ഇൻക്രീസസ് ഇൻ ദ ഓർഡർ ഓഫ് വിബ്ജിയോർ, n ഡിക്രീസസ് ഇൻ ദ ഓർഡർ ഓഫ് വിബ്ജിയോർ, c since it is inversely proportional to refractive index, c also increases in the order of വിബ്ജിയോർ. ഇത് മുഴുവൻ തലയിൽ വെച്ചോ അങ്ങനെ. അപ്പോൾ ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത് ഗ്രീൻ കളർ ടോട്ടലി അല്ലെങ്കിൽ ഗ്രേസ് ചെയ്ത് പോയിട്ടുണ്ടെന്നർത്ഥമെങ്കിൽ ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായി, ക്രിട്ടിക്കൽ ആംഗിളിന് തുല്യമായിട്ടുണ്ട് അല്ലേ. ക്ലിയർ ആവണ്ട റൈറ്റ്. അപ്പോൾ ഗ്രീൻ കളറിൻ്റെ, അപ്പോൾ വിബ്ജിയോറിൻ്റെ അവിടെ ഗ്രീൻ കളറിൻ്റെ അവിടെ എന്തായി, ഗ്രീൻ കളറിൻ്റെ അവിടെ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഇതിന് ശേഷമുള്ള ഇതിന് അല്ലേ, ഇതിനൊക്കെ എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ് മക്കളെ, ഇതിനൊക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ് അല്ലേ റൈറ്റ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ കൂടുതലാണ് അല്ലേ. അപ്പോൾ ഫോർ യെല്ലോ, ഓറഞ്ച്, റെഡ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ഗ്രേറ്റർ റൈറ്റ്. therefore I can say ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്, ലെസ്സാണ്. ശ്രദ്ധിച്ചു നോക്ക്, ഞാൻ ഒന്നുകൂടി പറഞ്ഞ് ശ്രദ്ധിക്കട്ടോ. അതായത് ഗ്രീൻ ലൈറ്റിലാവുമ്പോഴത്തേക്ക് എന്തോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സപ്പോസ് 30 ഡിഗ്രിയാണ് കേട്ടോ, 30 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നപ്പോൾ ഗ്രീൻ ലൈറ്റ് സുഖസുന്ദരമായിട്ട് ഗ്രീസ് ചെയ്ത് പോയി. അപ്പോൾ ഇതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ അച്ചീവ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ക്രിട്ടിക്കൽ ആംഗിൾ ഇൻക്രീസസ് ഇൻ ദ കേസ് ഓഫ് വിബ്ജിയോർ. അപ്പോൾ YOR അത് യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡിന് ക്രിട്ടിക്കൽ ആംഗിൾ വലുതാണ് അല്ലേ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അപ്പോൾ 30 ഡിഗ്രി ആണല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ അച്ചീവ് ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ അവർക്ക് എന്തുണ്ടാവില്ല, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ യെല്ലോ, ഓറഞ്ച്, റെഡ് ആയിരിക്കും എനിക്ക് പുറത്തേക്ക് വരിക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ റൈറ്റ്. സോ ഐ എം ഗോയിങ് ടു ടേക്ക് ഇറ്റ് അഗെയിൻ. ഇത് സ്ഥിരം എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വിബ്ജിയോറിൻ്റെ ഓർഡർ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യും റൈറ്റ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിക്രീസ് ചെയ്യും, ക്രിട്ടിക്കൽ ആംഗിൾ ഇൻക്രീസ് ചെയ്യും. ഇതങ്ങനെ മക്കപ്പ് ചെയ്യും റൈറ്റ്. അപ്പോൾ നോക്കുമ്പോൾ ഗ്രീൻ ലൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ പോർഷൻ മാത്രമേ ഇൻറ്റേർണലായിട്ട് ജസ്റ്റ് ഗ്രേസ് ചെയ്ത് പോയിട്ടുള്ളൂ. അതായത് ഐ ക്യാൻ സേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് സച്ച് ദാറ്റ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്രീൻ ലൈറ്റ് ഇസ് അച്ചീവ്ഡ് റൈറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ, YORൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണല്ലേ. അപ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അത് എത്തിയിട്ടില്ല. അപ്പോൾ Yയും OR അതായത് യെല്ലോ, ഓറഞ്ച്, റെഡ് ഹാസ് നോട്ട് യെറ്റ് ഗെറ്റിംഗ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്റ്റഡ്. ക്ലിയർ. അപ്പോൾ എനിക്ക് പുറത്തേക്ക് റിഫ്രാക്ട് ചെയ്ത് വരും, അത് പുറത്തേക്ക്. ക്ലിയർ ആവണ്ട റൈറ്റ്. വിബ്ജിയോറിൻ്റെ ബാക്കി എല്ലാവർക്കും പണ്ടേ ഉള്ളിലേക്ക് റിഫ്ലക്ട് ചെയ്ത് പോയിട്ടുണ്ട്. കിട്ടി. അതൊരു കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ട് എവിടെയൊക്കെ എന്തൊക്കെ എഴുതി വെച്ചാൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. 216 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? എന്താ അത് സിമ്പിൾ, അതേമാതിരി കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. എന്താ പറയുക, വൈറ്റ് ലൈറ്റ് ഇസ് ഇൻസിഡൻറ്റ് നോർമലി ഓൺ എ ഗ്ലാസ് ലാബ് ഇൻസൈഡ് ദ ഗ്ലാസ് ലാബ്. ഒരു വൈറ്റ് ലൈറ്റ് ഇൻസിഡൻറ്റ് ആയിട്ട് ഗ്ലാസ് ലാബിൽ ആ ഇൻസൈഡിൽ എന്തൊക്കെ നടക്കാമെന്ന് ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ഞാൻ വീഡിയോ പോസ് ചെയ്തിട്ട് തനിയെ വായിക്കുക. നിങ്ങളോട് പറഞ്ഞ് ഒരു ഗ്ലാസ് ലാബിലല്ലേ എപ്പോഴും ശ്രദ്ധിക്കുക, റെഡ് ലൈറ്റ് ആയിരിക്കും എപ്പോഴും ഏറ്റവും നന്നായിട്ട് ട്രാവൽ ചെയ്യുക. എന്തുകൊണ്ടാണ്, അതിൻ്റെ വേവ് ലെങ്ത് കൂടുതലാണ്, അപ്പോൾ കൂടുതൽ ഡിസ്റ്റൻസ് അത് കവർ ചെയ്യും റൈറ്റ്. ദാറ്റ്സ് വൈ ഇൻ എ ഗ്ലാസ് ലാബ് റെഡ് ലൈറ്റ് വിൽ ബി ട്രാവലിംഗ് ഫാസ്റ്റർ. സമജ്മയായ പറഞ്ഞു എന്നുള്ളൂ. ക്വസ്റ്റ്യൻ നോക്കിയാൽ 212 നോക്കണോ? 212 നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ, പക്ഷേ കുറച്ച് ലോജിക്കുള്ളതാണ് കേട്ടോ. A plain glass plate is placed over various color letters. ഏതൊക്കെ കളറിലെ ലെറ്റേഴ്സിലാണ്? വയലറ്റ്, ഗ്രീൻ, യെല്ലോ, റെഡ്. The letter which will be appear to be raising, അത് നിങ്ങളുടെ കണ്ണിലേക്ക് ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ എടുത്ത് കാണുന്ന കളർ എന്തായിരിക്കും എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യുക നിങ്ങൾ? അപ്പോൾ അതിനാണ് നമുക്ക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഗ്ലാസ് ലാബിൻ്റെ ഓർമ്മ ഉണ്ടാ ഷിഫ്റ്റ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഷിഫ്റ്റ് ചെയ്യണ
കളർ ഏതാണോ അതായിരിക്കും നമ്മുടെ കണ്ണിലേക്ക് വരിക. അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് അതന്നെ റൈറ്റ്. സോ യു ഹാവ് ടു നോ വിച്ച് കളർ ഈസ് ഗോയിങ് ടു ഹാവ് എ ഹയർ ഷിഫ്റ്റ്. അപ്പോൾ ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നത് ഡി ചേടാ 1 അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ ടി എന്നായിരിക്കും ഉണ്ടായതിൻ്റെ 1 - n രണ്ട് സെയിം തന്നെ തിക്നെസ്സിനാണ് റൈറ്റ്. സോ ഐ ക്യാൻ സേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കേസ് ഓർമ്മ ഉണ്ടാ നമുക്ക് ആരൊക്കെയാണ് ഇവിടെ ഈ വയലറ്റ് ഗ്രീൻ യെല്ലോ റെഡ് അല്ലേ. അപ്പോൾ ഏതിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള വിബ്ജിയോറിൽ റെഡിനാണ് അല്ലേ. സോ എനിക്ക് തല തിരിച്ചു തന്നെ എഴുതാം കേട്ടോ. വിബ്ജിയോർ വി വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വേവ് ലെങ്ത് ഓഫ് വയലറ്റ് ഈസ് ലെസ്സർ ദാൻ വേവ് ലെങ്ത് ഓഫ് ഗ്രീൻ, ലെസ്സർ ദാൻ വേവ് ലെങ്ത് ഓഫ് യെല്ലോ, ലെസ്സർ ദാൻ വേവ് ലെങ്ത് ഓഫ് റെഡ് അല്ലേ. ഇനി ഇതിന് തല തിരിച്ച മാതിരിയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തല തിരിച്ച് വരിക അല്ലേ. എൻ വി കൂടുതലായിരിക്കും എൻ ജിനേക്കാളും എൻ വൈനേക്കാളും എൻ ആറിനേക്കാളും തല തിരിച്ചാലോചിക്കുക അല്ലേ. നമ്മളങ്ങനെയല്ല ചെയ്തത്. അപ്പോൾ നോക്കിയേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയപ്പോൾ തന്നെ ഷിഫ്റ്റ് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്, എന്നിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ്. അപ്പോൾ തല തിരിച്ച് ഒന്നും കൂടി നോക്കിയേ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണെന്നുകൊണ്ടായിട്ട് എഴുതും അല്ലേ. പക്ഷെ നോക്കിയേ 1 - 1/μ ആണ്. അപ്പോൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറയാൻ പറ്റില്ല. അതായത് യു ആർ ഡിഫേർഡ് അല്ലെങ്കിൽ മൈനസ് ചെയ്യാണ് എന്താ. ഇപ്പോൾ നോക്കുക ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നോക്കിയേ നമ്മുടെ S1 എന്ന് എഴുതിക്കണം കേട്ടോ. S1 എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതുകയാണ് ഡി തിക്നെസ് മാറുന്നില്ലല്ലോ 1 - 1/2 കുറച്ച് വലിയ വാല്യൂ. ഇനി S2 = D 1 - കുറച്ചും കൂടി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ആൾ 3. അപ്പോൾ S1/S2 എടുത്തു കഴിഞ്ഞാൽ എന്താ 1 - 1/2 എത്രയാണ് 1/2, 1 - 1/3 എത്രയാണ് 2/3 അല്ലേ. അപ്പം നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ S1/S2 ഈസ് ഈക്വൽ ടു എത്രയാണ് 1/2 × 3/2. അപ്പോൾ എനിക്ക് എന്താ 3/4 അല്ലേ. അതിൻ്റെ അർത്ഥം S1 ഈസ് ഈക്വൽ ടു 3/4 ഓഫ് S2. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപ്പോൾ ആർക്ക് നോക്കി S1ൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവും S2ൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ് അല്ല. ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ S1 അത് ഇതിൻ്റെ അല്ലേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ N1 കുറവെന്ന് പറഞ്ഞാൽ N1 N2. അപ്പോൾ നോക്കി വെൻ N2 ഈസ് ഹയർ S2 ഈസ് ഓൾസോ ഹയർ അല്ലേ. ഒന്നുകൂടി ഓക്കെ അല്ലേ. അപ്പോൾ കൊണ്ടുപോയി ഫ്രാക്ഷൻ്റെ രീതിയിൽ ചിന്തിക്കരുതിട്ടാ. ഷിഫ്റ്റ് അപ്പോൾ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് പ്രൊപ്പോർഷണലാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമ്പർ ഇട്ടത് നിങ്ങൾക്ക് മനസ്സിലാവാൻ അത് കൺഫ്യൂസ് ആക്കാനല്ല. നമ്പർ ഇട്ട് നോക്ക് നിങ്ങൾ. നമ്പർ ഇട്ട് നോക്കിയിട്ടാ. ആദ്യത്തെ കേസ് ഞാൻ വെറുതെ ഒരു നമ്പർ ഇട്ടാണ്. ഒരു N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2, N2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3. അതിൻ്റെ ഷിഫ്റ്റാണ് S1 S2 കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ S1 ഈസ് 3/4 അല്ലേ. എന്താണ് 3/4 പാർട്ടാണ് S2. അപ്പോൾ ആരാ വലുത്? S2 ആണ് വലുത് അല്ലേ. ക്ലിയർ. അപ്പോൾ S2ൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 അല്ലേ. അത് തന്നെയല്ലേ N2. 3 ഈസ് ഗ്രേറ്റർ ദാൻ 2 അല്ലേ. സോ ഐ ക്യാൻ സേ വാട്ട് ഷിഫ്റ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്ലിയർ ആവണ്ട. ഇക്വേഷൻ അങ്ങനെയായിട്ട് കാണുന്നില്ലെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈനസ് ഫാക്ടർ അവിടെ വരുന്നുണ്ട് 1 - ആയിട്ടല്ലേ. സോ ഇനി നമ്മൾ നേരത്തെ അതല്ലേ വർത്താനം പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ നമ്മൾക്ക് ഈ ഇക്വേഷനില്ലേ നോക്കിയേ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊപ്പോർഷണലാണെങ്കിൽ ഈ എൻ വിക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? ഷിഫ്റ്റ് ഓഫ് വയലറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഷിഫ്റ്റ് ഓഫ് ഗ്രീൻ ഈസ് ഗ്രേറ്റർ ദാൻ രണ്ട് പ്രാവശ്യം യെല്ലോ ആണ് കേട്ടോ ഇവിടെ എന്താ ജി മാറ്റിയിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ ഷിഫ്റ്റ് ഓഫ് റെഡ്. അപ്പോൾ ഏറ്റവും നന്നായി ഷിഫ്റ്റ് ചെയ്യുക വയലറ്റാണ് അല്ലേ. അപ്പോൾ എനിക്ക് ഏത് കാണാം ഏറ്റവും ആദ്യം വേർതിട്ട് അല്ലെങ്കിൽ എടുത്ത് കാണുക വയലറ്റ് ആയിരിക്കും എനിക്ക് ഏറ്റവും നന്നായിട്ട് കാണുക. സമജ്മയായ ഇതൊക്കെ നല്ല ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ 211 ഇത് എളുപ്പമല്ലേ വീട്. ഞാനിപ്പോൾ നല്ല ക്വസ്റ്റ്യൻ കണ്ടുവച്ചിട്ടുണ്ട്. 209 പോകാതെ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് പോകണം കേട്ടോ. എന്താണ് പ്രിസം സിൽവേർഡ് അറ്റ് വൺ സൈഡ്. ഇത് ചെയ്തിട്ടില്ലല്ലോ അതാണ്. A prism of angle 30 degrees is silvered at one side. A ray of light incident at an angle 45 degrees reflected back. കേട്ടോ. The refractive index is ഇവിടെ പോയാൽ സ്ഥലം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? പടം വരയ്ക്കണം അല്ലേ. അച്ചടാ അതെന്താണോ പ്രിസം ഇങ്ങനെ വന്നേ. ഇതാണ് സിൽവർ ഇതാണ് സിൽവർ ഏതെന്ന് ചേട്ടാ അതുണ്ടാവും. പേന എഴുതാണ്ടായി നേരം നോക്കിയിട്ട്
റൈറ്റ്. ഇങ്ങനെ ഇൻസിഡൻ്റായി അത് ഇവിടെ അടിച്ചു എന്നിരിക്കുക. ഇതാണ് നോർമൽ അല്ലേ. റൈറ്റ്. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രി. റൈറ്റ്. ഇനി കുറച്ച് ആംഗിൾസൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ജസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തേക്ക് പോന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ എന്തായിട്ടുണ്ടാവണം, 90 ഡിഗ്രി ആയിരിക്കണം. കോമൺ സെൻസ്. എന്നാൽ നിങ്ങളോട് പറഞ്ഞിട്ട് പ്രിസത്തിൻ്റെ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്താണ് 60. റൈറ്റ്. ക്ലിയർ. അപ്പോൾ ഈ ആംഗിൾ ഇത് 90 അല്ലേ, നോർമലല്ലേ വരച്ചിരിക്കണം. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കണം 30 ഡിഗ്രി. റൈറ്റ്. ഇതൊക്കെ അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, യു ആർ ഗിവൺ സൈൻ ഐയും സൈൻ ആറും കിട്ടി. അപ്പോൾ 45 degrees angle of incidence, 30 degrees angle of refraction. So what is refractive index? N is equal to sin I by sin R. അല്ലേ, എയറുടെ കേസ് അല്ലേ. പിന്നെന്താ സൈൻ 45 ഡിവൈഡഡ് ബൈ സൈൻ 30 ഡിഗ്രി. അപ്പോൾ ജസ്റ്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഒന്നുകൂടി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്ന ഈ ഫിഗർ ഇച്ചിരി വൃത്തിയില്ലാണ്ടായോ എന്നൊരു ഡൗട്ട് എനിക്കില്ല എന്നില്ല. റൈറ്റ്. ഇത് നമ്മുടെ പ്രിസം, ഇത് നോർമൽ. അത് വേണമെങ്കിൽ നമുക്കൊന്ന് കുറച്ച് മാറ്റി കളയാം. റൈറ്റ്. അപ്പോൾ ഇങ്ങനെ 45 ഡിഗ്രിയിൽ താഴ്ത്തി വരയ്ക്കാം. 45 ആയി തോന്നിയില്ലെങ്കിലും കാര്യം മനസ്സിലായാൽ മതി. 45 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കേട്ടോ. റൈറ്റ്. ക്ലിയർ ആണ്. അത് എന്നിട്ട് ഡീവിയേറ്റ് ചെയ്തിട്ട് ഈ സൈഡ് സിൽവേർഡാന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി അടിച്ചത് തിരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാണ്. അതിനർത്ഥം ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 30 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എന്താ 60 ഡിഗ്രി. നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ, ഇതല്ലേ നോർമൽ. അപ്പോൾ ഈ ലൈറ്റിനാണ് എന്ത് റിഫ്രാക്റ്റഡ് റേ. അപ്പോൾ ഈ ആംഗിൾ എന്താ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അത് 30 ഡിഗ്രി അല്ലേ, 90 ഡിഗ്രി ഉണ്ട് മൊത്തത്തിൽ നോർമൽ. റൈറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്ലിയർ. ഇതിന് മുമ്പ് ഒരു പ്രോബ്ലം കൂടിയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടല്ലോ.